സ്പെയിനിൽ ഒരു ആഗോള പ്രതിസന്ധി കൊടുമ്പിരികൊണ്ടിരുന്ന സമയം. അത്യാവശ്യ സാധനങ്ങൾക്ക് പോലും ക്ഷാമം നേരിട്ടു. കൂടാതെ ക്രൂരനായ ഒരു ഭരണകൂടം വിഭവങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ സാധാരണക്കാരെ കൊന്നൊടുക്കുകയായിരുന്നു. ഈ ഭീകരാവസ്ഥയിൽ മിയയും നിക്കോയും സ്പെയിൻ വിടാൻ തീരുമാനിച്ചു. അവർ തങ്ങളുടെ ജീവനെക്കുറിച്ചും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ സുരക്ഷയെക്കുറിച്ചും ഭയന്നു. അവർക്ക് ഇതിനു മുൻപ് ഒരു മകളുണ്ടായിരുന്നു, ഉമ. സ്പെയിനിലെ ജനസംഖ്യ കുറയ്ക്കാൻ കുട്ടികളെയും പ്രായമായവരെയും ഗർഭിണികളെയും കൊല്ലുന്ന സൈന്യത്തിന്റെ വംശഹത്യാശ്രമത്തിന്റെ ഭാഗമായി ഉമയെ അവർക്ക് നഷ്ടമായിരുന്നു. അവൾ മരിച്ചുവെന്ന് കരുതി. ഉമയെ നഷ്ടപ്പെട്ടതിന് മിയെ സ്വയം പഴിച്ചു. ആ കുറ്റബോധം അവളെ വേട്ടയാടിയിരുന്നു. അയർലൻഡിലേക്ക് ഒരു ചരക്കുകപ്പലിൽ കടന്നുകൂടാനായിരുന്നു നിക്കോയുടെ പദ്ധതി. അയർലൻഡ്, ഐസ്ലൻഡ്, നോർവേ എന്നിവ മാത്രമാണ് യൂറോപ്പിൽ വിഭവപ്രതിസന്ധിയെ നിയന്ത്രിക്കാനും ജനാധിപത്യ ഭരണം നിലനിർത്താനും കഴിഞ്ഞ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായി ഒരു പ്രക്ഷേപണത്തിൽ പരാമർശിക്കപ്പെട്ടത്. അങ്ങനെ ഒരു ട്രക്കിൽ കയറ്റിയ കണ്ടെയ്നറിനുള്ളിൽ അവർ ഒളിച്ചു. എന്നാൽ കടത്തുകാർ അവരെ വേർപെടുത്തി. നിക്കോയെ മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി. ഒരു സൈനിക ചെക്ക് പോസ്റ്റിൽ വെച്ച് മിയ ഒളിപ്പിച്ചുവെച്ച ക്രേറ്റുകൾക്ക് മുകളിൽ ഒളിച്ചതുകൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടു. മറ്റ് കണ്ടെയ്നറിലുള്ളവരെ സൈന്യം കൊന്നു. പിന്നീട് അപകടത്തെക്കുറിച്ച് നിക്കോയെ അറിയിക്കാൻ മിയ ശ്രമിച്ചെങ്കിലും ഫോണിൽ കിട്ടിയില്ല. മിയയുടെ കണ്ടെയ്നർ ഉൾപ്പെടെ എല്ലാ കണ്ടെയ്നറുകളും ഒരു കപ്പലിൽ കയറ്റി. യാത്രയ്ക്കിടെ ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചപ്പോൾ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു. മിയയുടെ കണ്ടെയ്നറിൽ വെള്ളം കയറാൻ തുടങ്ങി. ഭാഗ്യവശാൽ കണ്ടെയ്നറിൽ ടപ്പർവെയർ പാത്രങ്ങൾ, പാക്ക് ചെയ്ത ഹെഡ്ഫോണുകൾ, ഫ്ലാറ്റ് സ്ക്രീൻ ടിവികൾ, വോഡ്ക കുപ്പികൾ, പാക്ക് ചെയ്ത ഹൂഡികൾ എന്നിവയുടെ ചരക്കായിരുന്നു. ഒപ്പം നേരത്തെ കിട്ടിയ ഒരു ഡ്രില്ലും ടേപ്പും ഒരു പേനക്കത്തിയും ഉപയോഗിച്ച് അവൾ ജീവൻ നിലനിർത്താൻ ശ്രമിച്ചു. നിലവിളികൾ കേട്ട് അവൾ ഒരു വെടിയുണ്ടയേറ്റ ദ്വാരത്തിലൂടെ നോക്കി. ഏതാനും മീറ്റർ അകലെ ആളുകളുള്ള മറ്റൊരു കണ്ടെയ്നർ വെള്ളത്തിൽ മുങ്ങുന്നത് അവൾ കണ്ടു. കണ്ടെയ്നറിനുള്ളിൽ 2 ദിവസത്തിനു ശേഷം നിക്കോ അവളെ ഫോണിൽ വിളിച്ചു. തന്നെ രക്ഷിക്കാനെത്തുകയാണെന്ന് അവൻ പറഞ്ഞു. അന്ന് രാത്രി ഒരു കൊടുങ്കാറ്റിനിടയിൽ മിയ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവൾക്ക് നോവ എന്ന് പേരിട്ടു. ക്ഷീണിതയായിട്ടും ഉമയെക്കുറിച്ചുള്ള മിഥ്യാബോധങ്ങൾ അലട്ടിയിട്ടും സ്വന്തം പ്ലാസന്റ കഴിക്കേണ്ടി വന്നിട്ടും മിയ നോവയ്ക്കു വേണ്ടി അതിജീവിക്കാൻ ദൃഢനിശ്ചയം ചെയ്തു. കണ്ടെയ്നറിനുള്ളിൽ വെള്ളം ഉയരാൻ തുടങ്ങിയപ്പോൾ മിയ ഡ്രില്ലും പേനക്കത്തിയും ഉപയോഗിച്ച് മേൽക്കൂരയിൽ ഒരു ദ്വാരമുണ്ടാക്കി. അവളും നോവയും അതിനു മുകളിലേക്ക് കയറി. കടന്നുപോയ ഒരു വിമാനത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മിയയുടെ കാലിൽ ആഴത്തിൽ മുറിവേറ്റു. ടിവിയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് അവൾ അത് തുന്നിച്ചേർക്കുകയും മുറിവ് അണുവിമുക്തമാക്കാൻ വോഡ്ക ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് താൽക്കാലികമായി ഉണ്ടാക്കിയ വല ഉപയോഗിച്ച് അവൾക്ക് മീൻ പിടിക്കാനും സാധിച്ചു. ഏകദേശം 20 ദിവസങ്ങൾക്ക് ശേഷം നിക്കോ മിയയെ വിളിച്ചു. വെടിയേറ്റതിനാൽ തന്റെ നില അതീവ ഗുരുതരമാണെന്നും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ലെന്നും അവൻ വെളിപ്പെടുത്തി. നിക്കോയുടെ വാക്കുകൾ മിയയെ തളർത്തിയെങ്കിലും അവരുടെ അവസാന സംഭാഷണത്തിൽ മകളുടെ ജനനം അവൾ അവനോട് പറഞ്ഞു. പോരാടാനും അയർലൻഡിലെത്താനും നിക്കോ മിയയോട് അഭ്യർത്ഥിച്ചു. താൻ എല്ലായ്പ്പോഴും അവർക്കൊപ്പമുണ്ടാകുമെന്ന് അവൻ വാക്കു നൽകി. കണ്ടെയ്നർ മുങ്ങിയതിനുശേഷം മിയ അതിലെ സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു താൽക്കാലിക ചങ്ങാടമുണ്ടാക്കി കടലിൽ ഒഴുകി നടന്നു. ഒരു അത്ഭുതം സംഭവിക്കുമെന്ന പ്രതീക്ഷയോടെ അവൾ കാത്തിരുന്നു. ഒടുവിൽ ഒരു മത്സ്യബന്ധന ബോട്ടിലുള്ള കുടുംബം ഒഴുകി നീങ്ങുന്ന ചങ്ങാടത്തിൽ നോവയെ കണ്ടെത്തി. മിയ ബോധരഹിതയായി ചങ്ങാടത്തിൽ കയറുകൊണ്ട് ബന്ധിപ്പിച്ചിരുന്നു. അവർ അവളെ ബോട്ടിൽ കയറ്റി CPR നൽകി. അങ്ങനെ അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. മിയയെയും നോവയെയും അയർലൻഡിന്റെ തീരങ്ങളിലേക്ക് രക്ഷപ്പെടുത്തി.